ഇനി നമുക്ക് മെഡിക്കൽ എമർജൻസീസിനെ കുറിച്ച് പഠിക്കാം. അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ആയാണ് സിൻകോപ്പ് മലയാളം എന്താ? ബോധക്ഷയം ഫെയിൻറ്റിങ്. ഒരു പേഷ്യൻറ്റ് ഫെയിൻ്റ് ആയിട്ട് എന്ന് പറയണമെങ്കിൽ അത് സിൻകോപ്പാണ്. ഓക്കെ, സിൻകോപ്പിൻ്റെ ഡെഫിനിഷൻ നമ്മളൊരു ഡെഫിനിഷനായിരിക്കും. ഇത് ട്രാൻസിയൻറ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ഒരു ട്രാൻസിയൻറ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിരിക്കും ഡ്യൂ ടു സഡൻ ഡിക്രീസ് ഇൻ ദ സെറിബ്രൽ blood flow, sudden decrease in the cerebral blood flow. It's a syncope എന്നല്ല, ട്രാൻസിയൻറ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഒരു ട്രാൻസിയൻറ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിരിക്കും ഡ്യൂ ടു സഡൻ ഡിക്രീസ് ഇൻ ദ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ. ഇതൊരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മെഡിക്കൽ എമർജൻസീസ് ആയിരിക്കും. ഇതൊരു ക്ലിനിക്കിലുള്ള മോസ്റ്റ് കോമൺ മെഡിക്കൽ എമർജൻസി ആയിരിക്കും. പെർട്ടിക്കുലർലി ഇൻ ദ ആൻസിയസ് പേഷ്യൻ്റാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി നമുക്ക് കോസസ് ഓഫ് സിൻകോപ്പ് പഠിക്കാം. ഫസ്റ്റത്താണ് വാസോവാഗൽ സിൻകോപ്പ്. അത് മോസ്റ്റ് കോമൺ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഹൈപ്പോഗ്ലൈസീമിയ, കാർഡിയക് കോസസ് ആൻഡ് ഹൈപ്പർ വെന്റിലേഷൻസ്. ഓക്കെ, ഒന്ന് കോസസ് സിൻകോപ്പ്, വാസോവാഗൽ സിൻകോപ്പ്, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് കാർഡിയക് കോസസ്. ഓക്കെ, പിന്നെ ഹൈപ്പർ വെന്റിലേഷൻ. ഫസ്റ്റ് വാസോവാഗൽ സിൻകോപ്പ്. ഈ വാസോവാഗൽ സിൻകോപ്പാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിൻകോപ്പ്. വാസോവാഗൽ സിൻകോപ്പ് മോസ്റ്റ് കോമൺ. ട്രിഗേഴ്സ് എന്തൊക്കെയാണ്? ആൻസൈറ്റി, പെയിൻ ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, സൈറ്റ് ടു ദ ബ്ലഡ് ഓർ നീഡിൽസ്. എന്തൊക്കെയാണ് ഇത് വാസോവാഗൽ സിൻകോപ്പിന് ട്രിഗറിങ് ഫാക്ടർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യൻറ്റ് ട്രിഗറിങ് ഫാക്ടർ ആൻസൈറ്റി, ഓൾറെഡി ആൻസൈറ്റി ഉണ്ടാവും, അതിനോടൊപ്പം ഫിയർ ഉണ്ടാവും, പിന്നെ പേഷ്യൻറ്റിന് ഇൻഎഫക്റ്റീവായിട്ട് പെയിൻ കൺട്രോൾ അതുണ്ട്. പിന്നെ ബ്ലഡ് കാണുന്ന സമയത്ത് ചിലർക്ക് ബ്ലഡ് കാണുന്ന സമയത്ത് ഫെയിൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ട്, ചിലപ്പോൾ നീഡിൽ കാണുമ്പോൾ തല കുറച്ച് കറങ്ങുന്നുണ്ട്, ചിലപ്പോൾ പേടി കാരണം ഇത് തല കറങ്ങാറുണ്ട്, ചിലപ്പോൾ വേദന കാരണം ചിലപ്പോൾ തല കറങ്ങി വീഴാറുണ്ട്, ചിലർക്ക് ആൻസൈറ്റി കാരണം തല ഇറങ്ങി വീഴാറുണ്ട്. ഇത് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു റിഫ്ലക്സ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ബ്രാഡിക്കാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ ആയിരിക്കും. ഇത് റിഫ്ലക്സ് മീഡിയേറ്റഡ് ബ്രാഡിക്കാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. അടുത്തതാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ട്രിഗറിങ് ഫാക്ടർ എന്തൊക്കെയാണെന്ന്, ഒന്ന് എന്തെങ്കിലും സഡൻ പോസ്ചറൽ ചേഞ്ചസ്, അതായത് പേഷ്യൻറ്റ് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ശേഷം പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നത്, അതാണ് സ്റ്റാൻഡിങ് അപ്പ് ടു ക്വിക്ക്ലി ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ സഡൻ പോസ്ചറൽ ചേഞ്ചസ് ആയിരിക്കും ഒന്ന് ട്രിഗറിങ് ഫാക്ടർ വരുന്നത്. എന്തുകൊണ്ടാണ് ഫെയിലർ ഓഫ് ദ ഓട്ടോണോമിക് റെസ്പോൺസ്? എങ്ങനെയാണ് ഓട്ടോണോമിക് റെസ്പോൺസ് ഫെയിലർ ആകുന്നത്? അതായത് ഇത് മെയിനായിട്ട് നമ്മൾ ബാരോ റിസപ്റ്റേഴ്സ്, നമുക്കറിയാം ബാരോ റിസപ്റ്റേഴ്സ് ഈ ബാരോ റിസപ്റ്റേഴ്സിൻ്റെ ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് ബാരോ റിസപ്റ്റേഴ്സ് ആക്ട് ചെയ്യണമല്ലോ. ഈ ബാരോ റിസപ്റ്റേഴ്സിന് അത് ഓട്ടോണോമിക് റെസ്പോൺസ് ഫെയിലർ ആകുന്ന സമയം. ഏതൊക്കെ സമയത്താണ് ഓട്ടോണോമിക് റെസ്പോൺസ് ഫെയിലർ ആകുന്നത്? ഒന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പേഷ്യൻറ്റ് ഈ ഓട്ടോണമിക് ഡിസ്ഫങ്ഷനുള്ള ഡിസോർഡേഴ്സ്, അതായത് എന്തെങ്കിലും പാർക്കിൻസൺസ് ഡിസോർഡേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഓൾഡ് ഏജിലുള്ള പേഷ്യൻറ്റിലൊക്കെ ഇതൊക്കെ വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻ, ബീറ്റാ ബ്ലോക്കേഴ്സ്, ഡയൂററ്റിക്സ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിൽ ഇതൊക്കെ ഈ പേഷ്യൻസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ആൻറ്റി ഡിപ്രസൻ്റ് എടുക്കുന്ന പേഷ്യൻസിലൊക്കെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ കാണുന്നുണ്ട്. മനസ്സിലായി? ഇതൊക്കെയാണ് ഇവിടെ ഫെയിലർ ദ ഓട്ടോണോമിക് റെസ്പോൺസ്. ഈ ഫെയിലർ ദ ഓട്ടോണോമിക് റെസ്പോൺസ് ബ്ലഡ് പ്രഷർ കുറക്കുന്നത്. ഈ ബ്ലഡ് പ്രഷർ കുറക്കുന്ന സമയത്ത് ഇൻഅഡക്വൻ്റ് സെറിബ്രൽ പെർഫ്യൂഷൻ കുറയുന്നത്. അതാണ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് കാരണമാണ്. അത് ഓട്ടോണോമിക് റെസ്പോൺസ് കുറയുന്ന, അതായത് ഫെയിലർ ദ ഓട്ടോണോമിക് റെസ്പോൺസ് ബ്ലഡ് ഡ്രോപ്പ് ഇൻ ദ ബ്ലഡ് പ്രഷർ, പിന്നെ ഇൻഅഡക്വൻ്റ് സെറിബ്രൽ പെർഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉള്ളത്. ഇനി ഹൈപ്പോഗ്ലൈസീമിയ, മൂന്നാമത്തെ കാര്യമാണ് ഹൈപ്പോഗ്ലൈസീമിയ ആരിലൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒന്ന് ഫാസ്റ്റിംഗ്, ഒരു നോർമലായിട്ട് പേഷ്യൻറ്റ് പക്ഷേ കുറേ കാലം ഫാസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രൊലോങ്ഡ് പ്രൊസീജിയറുള്ള പേഷ്യൻറ്റ് നമുക്ക് ജ്യൂസൊക്കെ കൊടുക്കുന്നില്ല. അത് ഹൈപ്പോഗ്ലൈസീമിക്ക് ആയിട്ടുള്ള സിൻകോപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡയബറ്റിക് പേഷ്യൻറ്റ് എന്താ റീസൺ എന്നാൽ ഡയബറ്റിക് പേഷ്യൻസ് ഒരു ഫുഡ് മിസ് ചെയ്യും. എങ്ങനെ രാവിലത്തെ ഓറൽ അതിൻ്റെ മെഡിസിൻ കഴിച്ചിട്ട് ഈ ഫുഡ് ആ പേഷ്യൻറ്റിൽ ഇത് കാണുന്നു. ഇതിലെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഫാസ്റ്റിംഗ്, ഡയബറ്റീസ്, പ്രൊലോങ്ഡ് പ്രൊസീജിയേഴ്സ്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ എഫക്ട് ദ ബ്രെയിൻ ഫങ്ഷൻ. ഈ ലോ ബ്ലഡ് ഷുഗർ എഫക്ട് ദ ബ്രെയിൻ ഫങ്ഷൻ. പേഷ്യൻറ്റിന് ഡീസിനെസ് ഉണ്ടാകുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, സിൻകോപ്പ്. എന്തൊക്കെ? ഡീസിനെസ്, കൺഫ്യൂഷൻ, സിൻകോപ്പ്. പേഷ്യൻറ്റിന് ഭയങ്കര ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഡീസിനെസ് പറഞ്ഞാൽ ഭയങ്കര തലകറക്കം പോലെ,
അതാണ് ഡീസിനെസ് ഉപയോഗി. തലകറക്കമായിരിക്കും, ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, ഭയങ്കര തലകറക്കം വരുന്നത്, അങ്ങനെയൊക്കെ ഒരു പേഷ്യൻ്റ് തലകറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില പേഷ്യൻ്റ് സിൻകോപ്പ് അടിക്കാൻ കാരണമാകുന്നുണ്ട്. അതൊക്കെയുള്ള ഡീസിനെസ്, കൺഫ്യൂഷൻ ആൻഡ് സിൻകോപ്പ്, ഇതൊക്കെയുള്ളതാണ് ഈ ഹൈപ്പോഗ്ലൈസമിക് പേഷ്യൻ്റ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാർഡിയാക് കോസ് പഠിക്കാം. ഓക്കെ, കാർഡിയാക് കോസിലെ ട്രിഗറിങ് ഫാക്ടർ എന്തായിരിക്കും? അർഹിത്യമസ്, ഹാർട്ട് ബ്ലോക്ക് ആൻഡ് വാൽവുലാർ ഡിസീസ് ആയിരിക്കും. വാൽവുലാർ ഡിസീസ്, ഹാർട്ട് ബ്ലോക്ക് ആൻഡ് കാർഡിയാക് അർഹിത്യമസ്. ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം നല്ല ഒരു ഹാർട്ട് ഫംഗ്ഷൻ, ഇതൊക്കെ കാരണം ഹാർട്ട് ഫംഗ്ഷൻ്റെ സഡൻ ഇൻട്രപ്ഷൻ ഉണ്ടാവും. സഡൻ ഇൻട്രപ്ഷൻ എന്താ ഹാർട്ട് ഫംഗ്ഷൻ ആയിരിക്കും. അന്നേരം കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നു. കാർഡിയാക് ഔട്ട്പുട്ട് സഡൻ ഇൻട്രപ്ഷൻ എന്താ ഹാർട്ട് ഫംഗ്ഷൻ, അത് കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതിന് അടുത്താണ് ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൂടുതലായിട്ട് ആൻസൈറ്റി ട്രിഗറിങ് ഫാക്ടർ ആൻസൈറ്റി ഇൻഡ്യൂസ്ഡ് റാപ്പിഡ് ബ്രീത്തിങ്. ഹൈപ്പർ വെന്റിലേഷൻ പറഞ്ഞാൽ ഒരു ട്രിഗറിങ് ഫാക്ടർ എന്നുള്ള ആൻസൈറ്റി ഇൻഡ്യൂസ്ഡ് റാപ്പിഡ് ബ്രീത്തിങ് ആയിരിക്കും. ആൻസൈറ്റി ഇൻഡ്യൂസ്ഡ് ആയിട്ട് റാപ്പിഡ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഹൈപ്പോകാപ്നിയ, അതായത് ഈ ഹൈപ്പോകാപ്നിയ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്ന സമയത്ത് അതിൻ്റെ H+ കുറവായിരിക്കും, എന്നാൽ pH ഹൈ ആയിരിക്കും. ഈ H+ ആണ് ആരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്? സ്മൂത്ത് ഈ ആർട്ടറിയോൾസിൻ്റെ സ്മൂത്ത് മസിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഈ H+ അളവ് കുറയുന്ന സമയത്ത് ഈ ആർട്ടറിയ സ്മൂത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത്. ഈ കോൺട്രാക്ട് ചെയ്യുന്നതാണ് സെറിബ്രൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ട്. സെറിബ്രൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അത് റെഡ്യൂസ്ഡ് ബ്രെയിൻ പെർഫ്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷന് ഹൈപ്പോകാപ്നിയ ഉണ്ടാകുന്നു, അത് സെറിബ്രൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു, അത് റെഡ്യൂസ്ഡ് ബ്രെയിൻ പെർഫ്യൂഷൻ. ഇത്രയൊക്കെയാണ് ഇതിന് കോസസ്. ഓക്കെ, ഇനി സിൻകോപ്പിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് നോക്കാം. അപ്പം 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് പ്രീ സിൻകോപ്പൽ സ്റ്റേജ്, സിൻകോപ്പ് സ്റ്റേജ്, പോസ്റ്റ് സിൻകോപ്പൽ സ്റ്റേജ്. പ്രീ സിൻകോപ്പൽ സ്റ്റേജ് ഓൾസോ കോൾ വാർണിംഗ് സൈൻ. ഇതിനെ വിളിക്കുന്നത് പ്രീ സിൻകോപ്പൽ സ്റ്റേജിനെ ഓൾസോ വിളിക്കുന്നത് വാർണിംഗ് സൈൻ. ഈ വാർണിംഗ് സൈൻ എന്തൊക്കെയാണ്? പേഷ്യൻ്റ് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, നോസിയ ഉണ്ട്, പേഷ്യൻ്റ് ഭയങ്കര ഉറക്കം, യോണിങ്, വിഷൻ ബ്ലേഡ് ആയിരിക്കും, ഭയങ്കര വീക്കായിരിക്കും, നമ്മൾ കൈയൊക്കെ ഭയങ്കര കോൾഡായിട്ട് സ്വെറ്റായിരിക്കും, പല സ്കിന്നായിരിക്കും, ലൈറ്റ് ഹെഡ്നെസ്, അതിൻ്റെ അർത്ഥം തന്നെ ചെറിയൊരു തലകറക്കമുണ്ട്, പിന്നെ സ്കിന്ന് ഭയങ്കര പലയാളായിരിക്കും, ഒരു പാലറായിരിക്കും, സ്വെറ്റൊക്കെ കോൾഡായിട്ട് പേഷ്യൻ്റ് യോണിങ് ചെയ്യാൻ നോസിയ ഉണ്ടോ, പിന്നെ വിഷനൊക്കെ ബ്ലഡ് ആയിരിക്കും, പിന്നെ ഭയങ്കര വീക്കായിരിക്കും ഉണ്ടാവുക. ഇത്രയൊക്കെയാണ് പ്രീ സിൻകോപ്പൽ സ്റ്റേജസ് ഉള്ളത്. എന്തൊക്കെയാണ്? പേഷ്യൻ്റ് ഭയങ്കര തലകറക്കം പോലെയുണ്ടോ, യാണിങ് ഉണ്ടോ, നോസിയ ഉണ്ടോ, വിഷനൊക്കെ ബ്ലഡായിട്ട് വീക്ക്നെസ് ഉണ്ടോ, പിന്നെ പല സ്കിന്നുണ്ടോ. ഇതൊക്കെയാണ് പ്രീ സിൻകോപ്പൽ സ്റ്റേജസ് ഉള്ളത്. ഇനി സിൻകോപ്പ് സ്റ്റേജിൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, പേഷ്യൻറ്റിന് കോൺഷ്യസ്നെസ് ലോസ് ആയിരിക്കും. പിന്നെ അടുത്താണ് ബ്രാഡിക്കാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. ബ്രാഡിക്കാർഡിയ ഉണ്ടോ, ഹൈപ്പോടെൻഷൻ ഉണ്ടോ, പിന്നെ പോസിബിളായുള്ള മസിൽ ടിച്ചിങ് ഉണ്ടോ, അത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ബ്രാഡിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ ആൻഡ് പോസിബിളായിട്ടുള്ള മസിൽ ടിച്ചിങ് ഉണ്ട്. ഇനി ഈ സിൻകോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആണ് പോസ്റ്റ് സിൻകോപ്പൽ സ്റ്റേജ്, റിക്കവറി സ്റ്റേജസ് ആയിരിക്കും. ഈ സ്ലോ റിട്ടേൺ ഓഫ് ദ കോൺഷ്യസ്നെസ്, പേഷ്യൻ്റ് പെട്ടെന്ന് കോൺഷ്യസ്നെസ്സിലോട്ട് സ്ലോ റിട്ടേൺ ചെയ്യുന്നു. പേഷ്യൻ്റ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഫാറ്റിഗ് ഉണ്ട്, നോസിയ ഉണ്ട്, സ്വെറ്റിംഗ് ഉണ്ട്, പിന്നെ നോസിയ ഉണ്ടോ, ഫാറ്റിഗ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. സ്ലോ റിട്ടേൺ ഓഫ് ദ കോൺഷ്യസ്, പേഷ്യൻ്റ് കൺഫ്യൂഷൻ ഉണ്ടോ, ഫാറ്റിഗ് ഉണ്ട്, നോസിയ ഉണ്ട്, പിന്നെ സ്വെറ്റിംഗ് ഉണ്ടോ. ഓക്കെ, ഇതാണ് സൈനസ് സിംപ്റ്റംസ് നോക്കി മെയിനായിട്ട് പഠിക്കേണ്ടത് 3 സ്റ്റെപ്പായിരിക്കും. 3 സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ പേഷ്യൻ്റ് നോസിയ ഉണ്ടോ, യോണിങ് ഉണ്ടോ, ലൈറ്റ് ഹെഡ്നെസ് ഉണ്ടോ, പിന്നെ സ്കിന്ന് വളരെ കോൾഡ് സെറ്റ് ഉണ്ടോ, പിന്നെ ബ്ലഡ് വിഷൻ ഉണ്ടോ, വീക്ക്നെസ് ഉണ്ടോ. പിന്നെ അത് സിൻകോപ്പ് സ്റ്റേജിലാണ് പേഷ്യൻ്റ് ബ്രാഡിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, പിന്നെ മസിൽ ടിച്ചിങ് ആയിരിക്കും. പോസ്റ്റ് സിൻകോപ്പൽ സ്റ്റേജസിലാണെങ്കിൽ സ്ലോ റിട്ടേൺ ഓഫ് ദ കോൺഷ്യസ്നസ് ആൻഡ് പേഷ്യൻ്റ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നെ നല്ല ഫാറ്റിഗ് ഉണ്ടോ, പിന്നെ സ്വെറ്റിംഗ് ഉണ്ടോ, പിന്നെ നോസിയ, കൺഫ്യൂഷൻ, ഫാറ്റിഗ്, നോസിയ ആൻഡ് സ്വെറ്റിംഗ്. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് ദ സിൻകോപ്പ് ഇൻ ദ ക്ലിനിക്കിൽ ഒന്ന് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 6 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഏർലി സൈൻ റിക്കഗ്നൈസ് ചെയ്യുക, പിന്നെ റിക്കഗ്നൈസിങ് ദ ഏർലി സൈൻ, പൊസിഷനിങ് ദ പേഷ്യൻ്റ് പൊസിഷൻ ചെയ്യുക, ABC എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ 3ാമത്തെ സ്റ്റെപ്പ്. അതാണ് ഓക്സിജൻ ആൻഡ് സ്റ്റിമുലസ് കൊടുക്കുക.
പിന്നെ 5-ാമത്താണ് മോണിറ്റർ വൈറ്റൽ സയൻസ്, പിന്നെ റിക്കവറി റീ അഷുറൻസ്. ഇത്ര 6 സ്റ്റെപ്പാണ്. ഒന്ന് ഏർലി സയൻസ്, റിക്കവറൻസ് ഏർലി സയൻസ് ആൻഡ് ദ പൊസിഷൻ ദ പേഷ്യൻറ്റ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ 3-ാമത്തെ സ്റ്റെപ്പ്, ഓക്സിജൻ ആൻഡ് സ്റ്റിമുലേഷൻ 4-ാമത്തെ സ്റ്റെപ്പ്, മോണിറ്റർ വൈറ്റൽ സയൻസ്, പിന്നെ 6-ാമത്തെ സ്റ്റെപ്പാണ് റിക്കവറി ആൻഡ് റീ അഷുറൻസ്. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് റിക്കഗ്നൈസ് ഏർലി സയൻസ്. ഏർലി സയൻസ് പേഷ്യൻറ്റ് പറയുന്നത് ഇപ്പോൾ പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ്സ് വരുന്നത് ഭയങ്കര ഛർദ്ദിക്ക വരുന്നത്, അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡീസിനെസ് ഉണ്ട്, തലകറക്കം പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രൊസീജിയറൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് റിക്ലൈൻ ചെയറിന് റിക്ലൈൻ ചെയ്യുക ആൻഡ് ടു പ്രിവെൻറ്റ് പ്രോഗ്രഷൻ ഓഫ് ടു ദ ഫുൾ സിൻകോപ്പ് പോകുന്നതിനേക്കാൾ മുമ്പിട്ട് ചെയർ റിക്ലൈൻ ചെയ്താൽ ഫുള്ളി ടു പ്രിവെൻറ്റ് ദ പ്രോഗ്രഷൻ ഓഫ് ദ ഫുൾ സിൻകോപ്പ്. പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയർ റിക്ലൈൻ ചെയ്യുക. അതാണ് ഇവിടെ ഏർലി സൈനിൽ റിക്കഗ്നൈസ് ചെയ്യാൻ പറയുന്നത്. 2-ാമത്തെ സ്റ്റെപ്പാണ് പേഷ്യൻ്റെ പൊസിഷൻ ദ പേഷ്യൻറ്റ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. പേഷ്യൻ്റെ പൊസിഷൻ ചെയ്യുക. ഒന്ന് പ്ലേസ് ദ പേഷ്യൻറ്റിനെ ട്രെൻഡ്ലൻബർഗ് പൊസിഷൻ, ട്രെൻഡ്ലൻബർഗ് പൊസിഷനിലേക്ക് ആക്കാം. അതായത് സുപ്പൈൻ വിത്ത് ലെഗ് എലവേറ്റഡ് അറ്റ് 10-15 ഡിഗ്രി. അതായത് സുപ്പൈൻ പൊസിഷൻ വിത്ത് ലെഗ് എലവേറ്റഡ് 10-15 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പേഷ്യനെ ട്രെൻഡൽബർഗ് പൊസിഷനിലാക്കുക. ഇത് ഫാസിലേറ്റ് ദ ബ്ലഡ് റിട്ടേൺ ടു ദ ബ്ലഡ് ബ്രെയിനിലോട്ടുള്ള റിട്ടേണിന് സഹായിക്കുന്നു. ദിസ് ഫാസിലേറ്റ് ദ ബ്ലഡ് റിട്ടേൺ ടു ദ ബ്രെയിനിലോട്ട് ബ്ലഡ് റിട്ടേൺ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഫസ്റ്റത്തെ പൊസിഷനാണ് ട്രെൻഡൽബർഗ് പൊസിഷൻ ആയിരിക്കും. പേഷ്യൻറ്റിന് ട്രെൻഡൽബർഗ് പൊസിഷനിലേക്ക് വെക്കുക. ലെഗ് എലവേറ്റഡ് 10-15 ഡിഗ്രി. ഫാസിലേറ്റ് റിട്ടേൺ ടു ദ ബ്രെയിൻ. അടുത്ത സ്റ്റെപ്പാണ് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്ന്. എയർവേ ഇൻഷ്യൂർ ദ ഓപ്പൺ എയർവേ ആണ് നോക്കുക. ബ്രീത്തിങ് ആൻഡ് പൾസൊക്കെ മോണിറ്റർ ചെയ്യുക. ബ്രീത്തിങ് പൾസ് മോണിറ്റർ ചെയ്യുക. ടൈറ്റ് ക്ലോത്തിനെ ലൂസൻ ചെയ്യുക. എയർവേ ഓപ്പൺ ചെയ്യുക. ബ്രീത്തിങ് പൾസ് മോണിറ്റർ ചെയ്യുക. പിന്നെ ടൈറ്റ് ക്ലോത്ത് ലൂസൻ ചെയ്യുക. ഇതാണ് ABC ഇൻഷ്യൂർ ദ ഓപ്പൺ ആൻഡ് മോണിറ്റർ ബ്രീത്തിങ് ആൻഡ് പൾസ് ആൻഡ് ലൂസൻ ടൈറ്റ് ക്ലോത്ത്. പിന്നെ ഓക്സിജൻ അടുത്താണ് ഓക്സിജൻ ആൻഡ് സ്റ്റിമുലസ്. ഓക്സിജൻ എന്ന 100% ഓക്സിജൻ ആയിരിക്കും. മാസ്ക് വഴിയായിരിക്കും 100% ഓക്സിജൻ 5 മുതൽ 6 ലിറ്റർ വരെ പെർ മിനിറ്റിൽ 100% ഓക്സിജൻ മാസ്ക് വഴിയായിരിക്കും കൊടുക്കുന്നത്. എങ്ങനെയാണ് അതിന് സ്റ്റിമുലൻ്റ് കൊടുക്കേണ്ടത്? അമോണിയ ഇൻഹലൻ്റ്. യൂസ് അമോണിയ ഇൻഹലൻ്റ് അണ്ടർ നോസ് ടു സ്റ്റിമുലേറ്റ് ദ ബ്രീത്തിങ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് അമോണിയ ഇൻഹലൻ്റ് അണ്ടർ നോസ്. യൂസ് അമോണിയ ഇൻഹലൻസ് അണ്ടർ ദ നോസ് ഇഫ് അവൈലബിൾ ടു സ്റ്റിമുലേറ്റ് ദ ബ്രീത്തിങ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് മോണിറ്റർ വൈറ്റൽ സയൻസ്. 5-ാമത്തെ സ്റ്റെപ്പ് വൈറ്റൽ സയൻസ് നോക്കുക. ചെക്ക് ബ്ലഡ് പ്രഷർ നോക്കുക, പൾസ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് എന്തൊക്കെ നോക്കുക. ബ്ലഡ് പ്രഷർ, പൾസ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ. ഇപ്പോൾ പേഷ്യൻറ്റ് ബ്രാഡികാർഡിയ അവിടെ തന്നെയാണ് ഈ സിഗ്നിഫിക്കൻ്റ്. നമുക്ക് അട്രോപ്പിൻ 0.5 മില്ലിഗ്രാം ഇൻട്രാവീനിയസ്ലി ട്രെയിൻഡ് പേഴ്സൺ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ബ്രാഡികാർഡിയ ആണെങ്കിൽ അട്രോപ്പിൻ 0.5 മില്ലിഗ്രാം ഇൻട്രാവീനിയസ്ലി നമ്മൾ കൊടുക്കണം. അട്രോപ്പിൻ 0.5 മില്ലിഗ്രാം ഇൻട്രാവീനിയസ്ലി നമ്മൾ കൊടുക്കണം. ബ്ലഡ് പ്രഷർ, പൾസ് ആൻഡ് റെസ്പിറേറ്ററി നോക്കണം. ഇനി 6-ാമത്തെ സ്റ്റെപ്പാണ് റിക്കവറി ആൻഡ് റീഅഷുറൻസ്. ഈ വൺസ് ദ പേഷ്യൻറ്റ് റീഗെയിൻ കോൺഷ്യസ്നെസ്, അത് കോൺഷ്യസ്നെസ് തിരിച്ചു വന്നാൽ കീപ് ദം ഇൻ ദ സെമി റിക്ലൈൻഡ് പൊസിഷനിൽ കീപ്പ് ചെയ്യുക. പ്രൊവൈഡ് ഗ്ലൂക്കോസ് റിച്ച് ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കുക. ഡ്യൂ ടു ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് റിച്ച് ഫ്ലൂയിഡ് കൊടുക്കുക. പിന്നെ മറ്റേ പേഷ്യൻ്റ് ആണെങ്കിൽ കോൺഷ്യസ് വന്നാൽ സെമി റിക്ലൈൻഡ് പൊസിഷനിൽ പോവുക, പിന്നെ അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കാം. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ കൊണ്ടാണെങ്കിൽ ഗ്ലൂക്കോസ് റിച്ച് ഫ്ലൂയിഡ് കൊടുക്കാം. റീഅഷ്യൂർ ദ പേഷ്യൻറ്റ്, ഡു നോട്ട് ലെറ്റ് ദം സ്റ്റാൻഡ് ഇമ്മീഡിയറ്റ്. പേഷ്യനോട് പറയാം പെട്ടെന്ന് തന്നെ എഴുന്നേക്കാൻ പാടില്ല. റീഅഷ്യൂർ ദ പേഷ്യൻറ്റ് ആൻഡ് ഡു നോട്ട് ലെറ്റ് ദം സ്റ്റാൻഡ് ഇമ്മീഡിയറ്റ്ലി. നെസസറി ആണെങ്കിൽ മെഡിക്കൽ ഇവാലുവേഷനിലോട്ട് നമുക്ക് പേഷ്യൻറ്റിനെ വിടാം. ഓക്കെ, ഇനി അടുത്താണ് പ്രിവെൻഷൻ ഓഫ് സിൻകോപ്പ് ഇൻ ദ ദന്തൽ പേഷ്യൻറ്റ് സിൻകോപ്പ് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത്. ഒന്നാമത്തെ 5 ഉണ്ട്. ഒന്നാമത് ഹൈ റിസ്ക് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അവരെങ്ങനെ ഐഡൻറ്റിഫൈ? ഒന്ന് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും, ഒന്ന് പെട്ടെന്ന് ആൻസിസ് ഉള്ള പേഷ്യൻ്റ് വരുന്നുണ്ട്, ഒന്ന് എൽഡർലി പേഷ്യൻറ്റിൽ വരുന്നത്, ഒന്ന് കാർഡിയോവസ്കുലർ ഡിസീസ് ഉള്ള പേഷ്യൻറ്റ്. ഡയബറ്റിക്, കാർഡിയോവസ്കുലർ ഡിസീസ്, എൽഡർലി ആൻഡ് ആൻസിസ് പേഷ്യൻറ്റ്. ഇത്രയൊക്കെ പേഷ്യൻറ്റിലാണ് നമ്മൾ എന്ത് കാണുന്ന ഹൈ റിസ്ക് പേഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ സ്ട്രെസ്സ് സ്ട്രെസ് ചെയ്യണം. വിത്ത് ഷോർട്ട് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ട് സെഡേഷൻ കൊടുക്കുക. പിന്നെ എഫക്റ്റീവായിട്ടുള്ള പെയിൻ കൺട്രോൾ, പെയിൻ റെഡ്യൂസ് ചെയ്യണം. വിത്ത് ഷോർട്ട് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. പിന്നെ സെഡേഷൻ ആവശ്യമുണ്ട് സെഡേഷൻ കൊടുക്കുക. പിന്നെ പെയിൻ കൺട്രോൾ റെഡ്യൂസ് ചെയ്യുക. പിന്നെ ചെയർ പൊസിഷനിൽ എൻ്റെ സ്ലൈറ്റ്ലി റിക്ലൈൻഡ് പൊസിഷൻ ആയിരിക്കണം.
ടു പ്രിവെൻറ്റ് ദ പൂളിങ് ഓഫ് ദ ബ്ലഡ് ഇൻ ദ അത് ബ്ലഡ് പൂൾ ചെയ്യാൻ ലോവർ ലിമ്പിലോട്ട് പൂൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പേഷ്യൻ്റ് ഇൻഷുർ ദ പ്രോപ്പർ ഹൈഡ്രേഷൻ ആൻഡ് ന്യൂട്രീഷൻ ബിഫോർ ട്രീറ്റ്മെൻറ്റ് മുമ്പ് പേഷ്യൻ്റ് വെള്ളം കുടിച്ചിനോ അല്ലാത്തതിന് ന്യൂട്രീഷൻ ഉണ്ടോ, ഇൻഷുർ പ്രോപ്പർ ഹൈഡ്രേഷൻ ആൻഡ് ഇൻഷുർ ദ ന്യൂട്രീഷൻ ബിഫോർ ദ ട്രീറ്റ്മെൻറ്റ് നോക്കണം. ഇനി മോണിറ്റർ ദ വൈറ്റൽ സയൻസ് ബിഫോർ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യണം. ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ പ്രൊസീജിയേഴ്സിൻ്റെ സമയത്ത് ചോദിക്കണം. എപ്പോഴാണ് എമർജൻസി സർവീസ് വിളിക്കുന്നത്? വെൻ ടു കോൾ എമർജൻസി സർവീസസ്. ഓക്കെ, ഇനി അടുത്താണ് അതാണ് എപ്പോഴാണ് നമ്മൾ ഇതിന് കോൾ എമർജൻസി സർവീസിന് വിളിക്കുന്നത്? പേഷ്യൻ്റ് ഈ കോൺഷ്യസ്നസ് വരുന്നില്ല, വിത്തിൻ 2 മിനിറ്റിന് ശേഷം കോൺഷ്യസ് വരുന്നില്ല, അന്ന് നമ്മൾ എമർജൻസി സർവീസിൽ പോകണം. ഇഫ് സിൻകോപ്പ് റിക്കറൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന് ഒരു അസോസിയേറ്റഡ് ആയിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്ന, അറീതിമാസ് ഉണ്ടാകുന്നത്, സീഷർ ലൈക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്നു, ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നുണ്ട്, അർഹിത്യമസ്, അതായത് ഒരു സിൻകോപ്പ് റിക്കറൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ട് ചെസ്റ്റ് പെയിൻ, അർഹിത്യമസ്, സീഷർ ലൈക്ക് മൂവ്മെൻറ്റ്, ചെസ്റ്റ് പെയിൻ, അർഹിത്യം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി സർവീസിന് വിളിക്കണം. പിന്നെ പേഷ്യൻറ്റ് റിമെയിൻ ആയിട്ട് ഹൈപ്പോടെൻസീവ് ആയിരിക്കും, കൺഫ്യൂസ് ആയിരിക്കും, അൺറെസ്പോൺസീവ് ആയിരിക്കും. ആ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം പേഷ്യൻറ്റ് റിമെയിൻ ഹൈപ്പോടെൻസീവ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും, അൺറെസ്പോൺസീവ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എമർജൻസി സർവീസിന് വിളിക്കുന്നത്. എമർജൻസി സർവീസിന് വിളിക്കുന്നത് എപ്പോഴാണ്? 2 മിനിറ്റിനുള്ളിൽ റിക്കവറി ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് റിക്കറൻ്റ് ആയിട്ട് ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ പെയിൻ, ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്ന, അർഹിത്യമസ് ഉണ്ടാവും, പിന്നെ സീഷർ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പേഷ്യൻറ്റ് ഹൈപ്പോടെൻസീവ് ആകുന്ന പേഷ്യൻറ്റ് റിമെയിൻ ഹൈപ്പോടെൻസീവ് ആകുന്ന, കൺഫ്യൂസ് ആകുന്ന, അൺറെസ്പോൺസീവ് ആകുന്ന, ഇനീഷ്യൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അങ്ങനെ തന്നെ ആ സ്റ്റേജിൽ നിൽക്കുന്ന പേഷ്യൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എമർജൻസി സർവീസിന് നമ്മൾ കോൾ ചെയ്യണം. എമർജൻസി സർവീസിന് നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ.